നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഭൂമിയിൽ. പക്ഷെ നമ്മൾ ഒരിക്കലും തളരാതിരിക്കുക. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലരും തകർക്കും, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കാം, ചിലപ്പോൾ പൊതുസമൂഹമായിരിക്കാം, ചിലപ്പോൾ അയൽവാസികളായിരിക്കാം. നമ്മളെ തകർക്കാൻ പല ദുഷ്ടശക്തികളുണ്ടാകും. നമ്മൾ എത്ര നന്മ ഈ സമൂഹത്തിനോ ഈ ലോകത്തിനോ ഈ രാജ്യത്തിനോ ചെയ്തു കൊടുത്താലും നമ്മുടെ നന്മ കാണാൻ ഒരുപക്ഷെ ആരും കാണില്ല. നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുണ്ടെങ്കിൽ ഇത് മാത്രമായിരിക്കും ഒരുപക്ഷെ ആളുകൾ പൊക്കിപ്പിടിച്ച് വ്യാഖ്യാനിക്കാനും കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. എനിക്ക് പറയാനുള്ളത്, പല സാഹചര്യങ്ങളും ഉണ്ടാവും മനുഷ്യ ജീവിതത്തിൽ. ബൈബിളിൽ അതാ പഠിപ്പിക്കുക. ബൈബിളിൽ ഒരു ജോബ് ഉണ്ടായിരുന്നു. ജോബിന് ഒരുപാട് അവസ്ഥകളിൽ കൂടെ ജോബ് കടന്നുപോയി. ഒരുപാട് സമ്പന്നനായിരുന്ന ജോബ് ഒന്നുമില്ലാതെ ആയിത്തീരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ജോബ് ദൈവത്തെ തള്ളിപ്പറയോ ദൈവത്തെ ദുഷിച്ച് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ആ ജോബിനെ കുറിച്ച് ബൈബിള് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉണ്ടായിരുന്നതിനേക്കാൾ 7 ഇരട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാനാണ് എല്ലാവരോടും പറയാം. പല സാഹചര്യങ്ങളും ഇന്ന് ഞാനും ഈ സാഹചര്യം അനുഭവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ തളർത്താനോ തകർത്താനോ ഒന്നും ആർക്കും പറ്റില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുവൻ ശക്തി പ്രാപിക്കും എന്ന് ഒരു വചനമുണ്ട് ബൈബിളിൽ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ നിലകൊള്ളും. ചിലപ്പോൾ ഒറ്റപ്പെടുത്തും, ഭാര്യയെ ഇട്ടേച്ച് പോവും, മക്കളുടെ വഴിക്ക് പോവും, പലതരത്തിൽ പല സാഹചര്യങ്ങൾ ഇല്ലേ, അതെല്ലാം അനുഭവിച്ചുകൊണ്ട് മാങ്ങയുള്ള മാവിൽ മാത്രമേ എറിയാൻ ആളുകൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകും. അവരോട് നമ്മൾ ഒരു കാരണവശാലും അടുക്കാതിരിക്കുക. പൊട്ടൻ്റെ ഉപദേശം ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഒറ്റ വീഡിയോയിലും ഒരു മോശം വാക്കുകൾ പറയാറില്ല. മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും, പിടിച്ചു നിൽക്കണം, തരണം ചെയ്യണം. നാളെ ഒരു നല്ല അവസരമുണ്ട്. നഗ്നനായിട്ട്